സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ഇന്ന് സമാധാനമില്ലടോ. ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന പണക്കാരനാണ്, സമ്പത്തുണ്ട്, കാറുണ്ട്, വീടുണ്ട്, അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുകയാ, ഉസ്താദേ മരിക്കണമെന്ന് തോന്നുകയാണ്, സമാധാനമില്ല, സന്തോഷമില്ല. പെങ്ങളെ സ്വർണം ആവശ്യത്തിനുണ്ട്, ഫർദയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ആരോഗ്യമുണ്ട്. അല്ലാഹ് എനിക്കെല്ലാം തന്ന പെങ്ങള്, അള്ളാഹു നിനക്കെല്ലാം തന്നിട്ടും നീ പറയുന്നു, ഉസ്താദ് എന്റെ പുതിയ പള മാത്രം നേരെയായില്ലല്ലോ. മക്കളെ ഓർത്തിട്ടാ ഉസ്താദ്, ഇല്ലെങ്കിൽ എന്നേ ഞാൻ പോയേന്. ഞാൻ മരിക്കാൻ പലപ്പോഴും തീരുമാനിച്ചതാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വിവാഹം കഴിച്ച അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ വിവാഹം കഴിക്കണേ, വിവാഹം കഴിച്ചാൽ അല്ലാഹു അവർക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കും, അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ നിനക്ക് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുകയാണ്. സ്നേഹമില്ലടോ, സ്നേഹമില്ലടോ. പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാ തയ്യാറാകുന്നില്ല. ചതിയാണ്, വഞ്ചനയാണ്, ചതിയാണ്, വഞ്ചനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, എന്തിനാ മോളെ അല്ലാഹു തന്ന ജീവിതം ഇങ്ങനെ മെഴുകുതിരി ഉരുക്കുന്നത് പോലെ ഉരുക്കി ഉരുക്കി കളയുന്നത്? എന്തിനാ ചതി കാണിക്കുന്നത്?